കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി. ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുന്ന 3 പ്രധാന ദിവസങ്ങളിൽ ആദ്യത്തേതാണ് പെസഹ ആചരണം. ലോകമാസകലമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്നേ ദിവസം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും അവിടുത്തെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതും ഏറ്റവും ഭക്തി ആദരപൂർവം ആചരിക്കുകയാണ്. ഇന്നേ ദിവസം ഈശോയുടെ പെസഹായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ളത് 2 സുവിശേഷ ഭാഗങ്ങളാണ്. ഒന്നാമത്തേത് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം, രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. ഈ 2 ഭാഗങ്ങളുടെ സന്ദേശങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയെ 2013 പെസഹ ദിനത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ പ്രതീകാത്മകമായി നിർവഹിച്ച ഒരു പാദം കഴുകൽ ശുശ്രൂഷയിലേക്ക് നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമിന്റെ പ്രാന്തപ്രദേശത്തുള്ള കാസൽ ദൽ മാർമോ എന്ന യുവജന തടങ്കൽ പാളയത്തിലേക്ക് കടന്നു ചെന്ന് മാർപ്പാപ്പ അവിടുത്തെ 12 ചെറുപ്പക്കാരുടെ, ആ ചെറുപ്പക്കാരിൽ കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, മതവിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, ഇതര മതവിശ്വാസികൾ പോലും ഉണ്ടായിരുന്നു. അവരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകിയ മാർപ്പാപ്പയുടെ കണ്ണിൽ നിറഞ്ഞു നിന്ന ഭാവവും അത് കഴുകപ്പെട്ട ആ 12 ചെറുപ്പക്കാരുടെ ഭാവവും അത് കണ്ടുനിന്ന ജയിൽ അധികാരികളുടെ ഭാവവും ഈ പെസഹായുടെ സന്ദേശത്തെ ഏറ്റവും ഹൃദയസ്പൃക്കായി അവതരിപ്പിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന് ജീവൻ നൽകാനായി വന്ന അപ്പമാണ്. ലോകത്തിന് ജീവൻ നൽകാനായി വന്ന ഈശോയാകുന്ന അപ്പം, ഈശോ അപ്പമായി ലോകത്തിന് തന്നെ നൽകുകയാണ് പെസഹാ ദിനത്തിൽ. നമ്മോടുകൂടി ആയിരിക്കുന്നതിനും നമ്മുടെ ജീവന്, ആത്മാവിന്, ജീവിതത്തിന് ആലംബമാകുന്നതിനും വേണ്ടി നമ്മോടൊന്നായി തീരുവാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മെ ഓരോരുത്തരെയും ധ്യാനത്തിൻ്റെതായ ഒരു മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. എന്തിനാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി, മനുഷ്യരോട് കൂടെ ആയിരിക്കുവാൻ, അവന്റെ ജീവന്റെ, അവന്റെ ആത്മാവിന്റെ വിശപ്പ് മാറ്റുവാൻ വേണ്ടിയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ആ വിശുദ്ധ കുർബാനയെ സ്ഥാപനം വഴിയായി ഐക്യത്തിന്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമായി ഈശോ നമ്മുടെ മധ്യത്തിൽ എന്നേക്കും വസിക്കുകയാണ്. ഒരു ആശുപത്രി വരാന്തയിൽ പ്രായാധിക്യവും രോഗാധിക്യവും മൂലം ക്ലേശിച്ച തന്റെ അമ്മയെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്ന ഒരു പെൺകുട്ടി ആശുപത്രിയിലെ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. അമ്മയുടെ വേദനയും ചികിത്സിക്കുന്നതിന്റെ സാമ്പത്തികമായ പ്രാരാബ്ധവുമെല്ലാം ആ പെൺകുട്ടിയെ അലട്ടുകയാണ്. തന്റെ ദുഃഖം പങ്കുവച്ച ശേഷം അവൾ പറഞ്ഞു, കുറച്ചു നേരം പോയി പ്രാർത്ഥിക്കട്ടെ. ഏതാനും മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് വളരെ ശാന്തമായി. യഥാർത്ഥത്തിൽ ഭൗതികമായ യാതൊരു അത്ഭുതവും അവിടെ സംഭവിക്കുന്നില്ല. മറിച്ച് സംഭവിക്കുന്ന അത്ഭുതം ദൈവീകമായ അത്ഭുതമാണ്. കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കുർബാനയാണ് കുഷ്ഠരോഗികളിലും
പാവപ്പെട്ടവരിലും പുറന്തള്ളപ്പെട്ടവരിലുമൊക്കെ ക്രിസ്തുവിനെ കാണുവാൻ മദർ തെരേസയെയും അതുപോലുള്ള പ്രേക്ഷിത പ്രവർത്തകരെയും ഒക്കെ സജ്ജരാക്കുന്നത്. ഈ കുർബാനയാണ് ക്രൈസ്തവരായ നമ്മെ ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഞായറാഴ്ച, ഈ പരിശുദ്ധമായ അൾത്താരകളുടെ മുന്നിലേക്ക് വിളിച്ചു ചേർക്കുന്നത്. ഈ കുർബാന ആണ് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഭക്ഷണം. ഈ കുർബാനയിലാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുർബാന നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഒന്ന് ധ്യാനിക്കണം, ഒന്ന് ജീവിക്കണം. അന്ത്യത്താഴ വേളയിൽ ഭക്ഷണത്തിനിടയിൽ ഈശോ ഒരു താലത്തിൽ വെള്ളമെടുത്ത് അരിയിലൊരു വെണ്മയേറിയ കച്ചയും ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. തന്നെ ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസിന്റെ പാദം പോലും അവിടുന്ന് കഴുകി. തന്നെ തള്ളിപ്പറയുന്ന പത്രോസിന്റെ പാദം അവിടുന്ന് കഴുകി. തന്നെ ഉപേക്ഷിച്ചു പോകാനിരിക്കുന്ന ശിഷ്യന്മാരുടെ പാദം അവിടുന്ന് കഴുകി ചുംബിച്ചു. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു, കാരണം ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ധ്യാനിക്കുന്ന വിശുദ്ധ കുർബാന നാം കാണുന്നത് പള്ളികളിലാണ്, അൾത്താരിയിലാണ്. അവിടെയാണ് നാം ധ്യാനിക്കേണ്ടത്. ഈ ധ്യാനിക്കുന്ന വിശുദ്ധ കുർബാന അനുഭവമായി മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ അനുദിനം വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇതുപോലെ പാദം കഴുകുവാൻ നാം തയ്യാറാകുമ്പോഴാണ്. ഈ പാദം കഴുകുവാനായി ഓരോ കുടുംബനാഥനും തയ്യാറാകണം. ഈ പാദം കഴുകുവാനായി ഓരോ കുടുംബനാഥയും തയ്യാറാകണം. ഓരോ അപ്പനും തയ്യാറാകണം, ഓരോ അമ്മയും തയ്യാറാകണം, ഓരോ മകനും തയ്യാറാകണം, മകളും തയ്യാറാകണം, മരുമകളും തയ്യാറാകണം, പേരക്കിടാങ്ങളും തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഇടദിവസമോ ആചരിക്കുവാനോ ഒരു പെസഹാ ദിവസം അനുസ്മരിക്കാനോ ഉള്ള ഒന്നല്ല. അത് ഓരോ ദിവസവും യാഥാർത്ഥ്യമാകേണ്ട ഒരു ഇവന്റ് ആണ്, ഒരു സംഭവമാണ്, ഒരു അനുഭവമായി അത് മാറണം. അത് അനുഭവമായി മാറുന്നത് പാദം കഴുകുവാനായിട്ട് നാം തയ്യാറാകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ പാദക്ഷാളനത്തിലേക്കും വിശുദ്ധ കുർബാന അനുഭവവേദ്യമായി അത് ധ്യാനിച്ച് ജീവിക്കുന്നതിലേക്കും ഈ പെസഹ ആചരണം നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെസഹ ആചരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എവിടെയായിരുന്നാലും, അത് കേരളത്തിലായിരുന്നാലും, മിഷൻ പ്രദേശത്തായിരുന്നാലും, ജോലി സ്ഥലത്തായിരുന്നാലും, ഒരു കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ആയിരുന്നാലും നമുക്ക് ഓർക്കാം, ഈശോ കുർബാന സ്ഥാപിച്ചത് എന്നോടൊപ്പം ആകുവാനാണ്. എൻ്റെ ആത്മാവിന് ക്ഷീണം വന്ന എൻ്റെ ജീവന് ശക്തിയാകുവാനാണ്. ആ ഈശോയുടെ കുർബാനയിൽ ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ നേഴ്സാവാം, ഒരുപക്ഷെ മറ്റൊരു പട്ടാളക്കാരനായിരിക്കാം, ഒരു കൃഷിക്കാരനായിരിക്കാം, തൊഴിലില്ലാതെ അലയുന്ന ചെറുപ്പക്കാരനായിരിക്കാം, അല്ലെങ്കിൽ തീരാരോഗത്താൽ വലയുന്ന ജീവിത ക്ലേശത്താൽ അലയുന്ന ഒരു വ്യക്തിയായിരിക്കാം. എവിടെയായിരുന്നാലും കുർബാനയുടെ ശക്തി സ്വീകരിക്കുവാനും കുർബാന നമുക്ക് പകർന്നു തരുന്ന പാദം കഴുകലിന്റെ, സേവനത്തിന്റെ, ശുശ്രൂഷയുടെ, ചെറുതാകലിന്റെ സന്ദേശം സ്വീകരിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ഈ പെസഹ ആചരണം വഴി കുർബാനയായി മാറിയ, കുർബാനയായി നൽകിയ, കുർബാനയായി ജീവിക്കുന്ന ഈശോ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.